ഞാൻ കുടുംബക്ഷേത്രത്തിലെ തിരുമേനിയെ വിളിച്ച് അഷിതയ്ക്ക് വയറുവേദന വന്ന കാര്യം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് കുടുംബത്തിലെ ദോഷം മാറാനായിട്ട് ഒരു ഹോമം നടത്തുന്നത് നന്നായിരിക്കുന്ന. ഹോമോ? അയ്യോ, ഈ അഷിത കണ്ണി കണ്ട ചിപ്സ് ഒക്കെ വാരിക്കയറ്റി വയറുവേദന വന്നു കിടന്ന് കരയുന്നതിനും നമ്മൾ എന്തിനാ വെറുതെ കാശ് ചെലവാക്കി ഹോമം നടത്തുന്നത് എന്തിനാണെന്ന് എനിക്കറിയാൻ വയ്യാത്ത. എന്ത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇവര് ഈ തന്ത്രിമാരും ഡോക്ടർമാരും ഒക്കെ നമ്മൾ ചെന്ന് നമ്മളുടെ അവസ്ഥകൾ പറയുമ്പോ ഒരു കാര്യമില്ലാതെ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചളയും. എല്ലാരും അങ്ങനെയൊന്നും അല്ല സഹദേവ. പണത്തിനുള്ള ആർത്തിയുള്ള കുറച്ചുപേർ അങ്ങനെ ഉണ്ടെന്ന് കരുതി നമ്മൾ എല്ലാ ആൾക്കാരെയും ഈ രീതിയിൽ അടച്ചാക്ഷേപിച്ച് സംസാരിക്കാൻ പാടില്ല. അത് ശരിയാ. പ്രത്യേകിച്ച് നമ്മുടെ തന്ത്രി പറയുമ്പോ നമ്മൾ അത് വളരെ സീരിയസ് ആയി തന്നെ എടുക്കണം. ഹോമം നടത്താൻ പറഞ്ഞ എത്രയും പെട്ടെന്ന് ഹോമം നടത്തണം. അതെ, എന്റെ അഭിപ്രായം അത് തന്നെയാ ചെറിയച്ച. ഇന്ദ്രപ്രസ്ഥത്തിലെ അടുത്ത അവകാശികളിലെ ആദ്യത്തെ കുഞ്ഞാ വരാൻ പോന്നെ. ആ കുഞ്ഞിന് ഒരു കുറവും ഉണ്ടാവാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാ. തന്ത്രി ഹോമം നടത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോമം നടത്തന്നെ വേണം. എനിക്കും അത് തന്നെ അഭിപ്രായം. പക്ഷേ നമ്മളെ പറ്റിക്കാനായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് നിന്നു കൊടുക്കരുത്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഹോമത്തിലൊന്നും ഒരു താല്പര്യമില്ലാത്ത. അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവത്തില്ലെന്നേ. സഹദേവ, വെറുതെ ഈശ്വരൻ നടക്കാത്ത കാര്യങ്ങളൊന്നും പറയരുത് നീ. താൻ പാതി ദൈവം പാതിയെന്ന. നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്താലും തടസ്സങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ ഈശ്വരാനുഗ്രഹം തന്നെ വേണം. പക്ഷെ ആ ചിന്ത എന്ത് ആ അഷിതയ്ക്കും വൃത്തിക്കും ഇല്ലല്ലോ? ഉണ്ടോ? അവർക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ തലമുറയിൽ ആർക്കാ ആത്മീയതയെ കുറിച്ച് കാര്യമായിട്ട് അറിവുള്ളത്? അയ്യോ എന്റെ ചേച്ചി, അതൊക്കെ ചേച്ചിക്ക് വെറുതെ തോന്നുക. എന്ത്? നമ്മളുടെയൊക്കെ തലമുറയേക്കാൾ നല്ല അറിവും വിവരമുള്ളതാണ് പുതിയ തലമുറ. പക്ഷേ അവരൊക്കെ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് വെറുതെ വിശ്വാസത്തിന്റെ പേര് ചെയ്യാതെ ചെയ്യാൻ പോകുന്ന കാര്യത്തിന്റെ കാര്യകാരണമൊക്കെ അന്വേഷിക്കും. പിന്നെ അതിന്റെ ലോജിക്ക് അവർക്ക് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവരത് അംഗീകരിക്കൂ. ചെറിയച്ച, അഷിതയും പൃഥ്വിയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്തി.